ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷം. ആർകെപുരം, ലോധി റോഡ്, ITO ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലെല്ലാം വായു മലിനീകരണ തോത് 350-ന് മുകളിലാണ്. അതേസമയം മലിനീകരണത്തിന്റെ പേരിൽ BJP ആം ആദ്മി പോര് രൂക്ഷമായി. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ഡൽഹിയിലെ മലിനീകരണത്തിന് കാരണമെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ മേൽ കുറ്റങ്ങൾ ചുമത്തുകയാണ് BJP എന്ന് ആം ആദ്മിയും പ്രതികരിച്ചു. ഗതാഗത നിയമങ്ങൾ കർശനമാക്കി ഡൽഹിയിലെ വായുമലിനീകരണം ഒരു പരിധിവരെ കുറച്ചുകൊണ്ടുവരാൻ നിലവിലെ സർക്കാരിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ദീപാവലി ആയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഡൽഹിയിലെ ജനങ്ങൾ ദീപാവലി ആഘോഷിച്ചത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പടക്കങ്ങൾ പൊട്ടിച്ച് ദീപാവലി ആഘോഷിച്ചതോടെ വായുമലിനീകരണ തോത് അപകടകരമായ അവസ്ഥയിലെത്തി. ദീപാവലിക്ക് ഇത്രയധികം വായുമലിനീകരണം ഉണ്ടാകുന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇതാദ്യമാണ്. ഗ്രീൻ പടക്കങ്ങൾ എന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. പടക്കങ്ങൾ കത്തിക്കുന്നതിന് സുപ്രീം കോടതി വച്ച സമയപരിധിയും ലംഘിക്കപ്പെട്ടു. അതേസമയം വായുമലിനീകരണത്തിന്റെ പേരിൽ ആം ആദ്മി BJP പോര് രൂക്ഷമായിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ പടക്കങ്ങളുടെ ഉപയോഗവും കർഷകരുമാണ് ഡൽഹിയെ മലിനമാക്കിയതെന്നാണ് BJP ആരോപണം. പഞ്ചാബിനെയാണ് പ്രധാനമായും BJP കുറ്റപ്പെടുത്തുന്നത്. പഞ്ചാബിൽ വൈക്കോലുകൾക്ക് തീയിട്ടതാണ് ഡൽഹിയിലെ മലിനീകരണത്തിന് കാരണമായതെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസ ആരോപിക്കുന്നു. അതേസമയം കൃത്യമായ കണക്കുകൾ പുറത്തുവിടാതെ മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് BJP എന്ന് AAPയും മറുപടി നൽകി. ദീപാവലി ദിവസത്തെ മലിനീകരണത്തിന് കണക്ക് പുറത്തുവിടാൻ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് ആം ആദ്മി പാർട്ടി ഡൽഹി അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. സ്വന്തം കഴിവുകേടുകൾ മറച്ചുവയ്ക്കാൻ ഭരണം കിട്ടാത്ത സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് BJP എന്ന് AAP നേതാവും മുൻ മന്ത്രിയും കൂടിയായ ഗോപാൽ റായ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയും ഇടം പിടിച്ചിരുന്നു. വായുമലിനീകരണ തോതിൽ ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പുകൾ ഡൽഹി മറികടന്നത് 15 തവണയാണ്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.